ഏറെ ആകാംക്ഷയോടെ ക്രൈസ്തവ കേരളം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ IPC ജനറൽ കൗൺസിലിൻ്റേത്. താങ്കളുടെ വിജയം ഏറെയധികം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. എന്താണ് ശരിക്കും സംഭവിച്ചത്? സംഭവിച്ച ദൈവത്താൽ ഒരു അത്ഭുതമാണ് നടന്നത്. ഇങ്ങനെ ഒരു നേതൃസ്ഥാനത്തേക്ക് താങ്കൾ മത്സരിക്കാനിടയായി. അപ്പോൾ തന്നെ താങ്കൾ പലരോടും പറഞ്ഞിരുന്നു, ഇത് IPCയുടെ മുൻകാല ഭരണ സംവിധാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെയാണ് തുടങ്ങുന്നതെന്ന്. ഇത്രയധികം മൂല്യച്യുതികൾ സഭയിലുണ്ടായിരുന്ന ഒരു കാര്യത്തെപ്പറ്റി, അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തെപ്പറ്റി താങ്കൾ പരാമർശിക്കുകയുണ്ടായി. ഇത്രയും കാലം ഒരു കാഴ്ചക്കാരനായി വെളിയിൽ നിൽക്കാൻ താങ്കൾക്കിടയായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാം. ഞാനിപ്പോൾ സുവിശേഷ വേലക്കാരിപ്പോൾ 42 വർഷമായി. 42 വർഷം, അത് നോർത്ത് ഇന്ത്യ. ഇപ്പം 40 വർഷമായി ഞാൻ നോർത്ത് ഇന്ത്യ സുവിശേഷ വേല അയക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഞാൻ ഓർക്കുമ്പോൾ പണ്ടത്തെ പിതാക്കന്മാർ വളരെ ത്യാഗികളായിരുന്നു. അവരൊന്നും ലോകത്തിൽ ഒന്നിനെ സ്നേഹിക്കുന്നവരില്ലായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊന്നും തോന്നില്ല. പാശക്കൈ അബ്രഹാം, തന്നോടുണ്ടായ കൊടുന്തൽ ഉമ്മച്ചായൻ, അയ്യവിടെ സാറ്, ഇങ്ങനെയുള്ള വെട്ടിയാറ്റൽ ചെറിയാച്ചാൻ, ഇവരെല്ലാം ത്യാഗികളായിരുന്നു. അവരുടെ സ്വന്തം വസ്തുക്കൾ പോലും സഭയ്ക്ക് വേണ്ടി ദാനം ചെയ്തവരാണ്. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ അവസ്ഥകൾക്കെല്ലാം ഒരു വ്യത്യാസം കാണുന്നത്. എല്ലാവർക്കും ഇന്നുണ്ടായ നേതൃസ്ഥാനം നോക്കി എല്ലാവർക്കും അവരുടെ സ്വന്തം ട്രസ്റ്റായി തന്നു. അപ്പം ഈ ട്രസ്റ്റ് നമ്മളെ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനമാണ് വളരേണ്ടത്. കർത്താവ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. IPC എന്ന ഈ മഹാപ്രസ്ഥാനത്തെ ദൈവം അവർക്ക് ചാൻസ് കൊടുത്തപ്പോൾ അതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നതിനേക്കാൾ അവർ ട്രസ്റ്റിനെ സ്നേഹിക്കുന്ന എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊരു വ്യത്യാസം ഉണ്ടാകണമെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിന് അനുഭവിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷന് വേണ്ടി മുൻപോട്ട് വരുവാനൊക്കെ. താങ്കൾ എത്ര ടേം ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അടുത്ത തവണയും ഇതേപോലെ തന്നെ മത്സര രംഗത്തുണ്ടാകും? ഇതുവരെ ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. എന്നെ ഇപ്പം ദൈവമാക്കിയിരിക്കുന്നത് 3 വർഷത്തേക്കാണ്. 3 വർഷം കഴിയുമ്പോൾ ദൈവം ഞാൻ പറയുകയാണ്, നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അവസരം തന്നാൽ നിൽക്കില്ല, എങ്കിൽ നിൽക്കുകയില്ല. പുതിയ ഭരണ സംവിധാനത്തിൽ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? എന്തെങ്കിലും പുതിയതായി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? ഭാവി പരിപാടികൾ ആദ്യമായിട്ട് ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നത് ഈ ആകമാനൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് പണി തീരാത്തതായ ബൃഹന്തര കെട്ടിടം, അത് എത്രയും പെട്ടെന്ന് പണി നടക്കുവാനുള്ള ചിന്തയാണുള്ളത്. അതിനുവേണ്ടി ഞാൻ പണം ഉണ്ടായിട്ടില്ല. 7 ലക്ഷം രൂപ അതിൻ്റെ ബൃഹന്തര കെട്ടിടത്തിന് വേണ്ടി 7 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് കൊടുക്കാനും റെഡിയായി. 5 ലക്ഷം രൂപ ബൃഹന്തര കെട്ടിടത്തിന് 2 ലക്ഷം രൂപ കാർ പാർക്കിങ്ങിനും ആഹാരമൊക്കെ ഉണ്ടാക്കുവാൻ സ്ഥലം കുറവായതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലവും മേടിക്കാനായിട്ടാണ് 7 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് റെഡിയായത്. അങ്ങനെ വലിയ ഡെവലപ്മെൻറ്റ് നരേന്ദ്രമോദിക്ക് തൻ്റെ 2 ടെലിവർ മുഖാന്തരം ഗുജറാത്ത് വലിയ ഡെവലപ്മെൻറ്റ് നടത്തുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഈ അവസരം തന്നപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. തുടർന്നുണ്ടായ കൗൺസിൽ മുഖാന്തരം, എക്സിക്യൂട്ടീവ് മുഖാന്തരം, കൗൺസിൽ മെമ്പേഴ്സ് മുഖാന്തരം വലിയ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന് പരിപൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കാം. തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ. മുൻ ഭരണസമിതി പല പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പലതും കടലാസിൽ ഒതുങ്ങി, ചിലതൊക്കെ പകുതി വഴി വരെയായി. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ അവരുടെ അനുസരിച്ച് തന്നെ കൊണ്ടുപോകാനാണോ, അതോ എന്തെങ്കിലും പുതുതായി അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ദൈവസഭയോട് പ്രസ്താവന ചെയ്തിട്ടുണ്ട്, അതെല്ലാം പൂർണ്ണമായി നിവർത്തിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. മുൻപുണ്ടായിരുന്ന നേതാക്കളും ഭരണസമിതിയിലുള്ളവരൊക്കെ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. സഭയിലെ മുതിർന്ന ദൈവദാസന്മാരെ പ്രായാധിക്യം മൂലം ശുശ്രൂഷ ചെയ്യുവാൻ കഴിവില്ലാതെ പോയ ആളുകൾക്ക് ഒരു പുനരധിവാസം എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കർമ്മപദ്ധതികൾ ഉൾപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യത്തിൽ അവർക്ക് വേണ്ടി പ്രായത്തിൽ അയക്കുന്ന ഒരു ഭൗതികമായി നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ഹൃദയത്തിൽ വലിയ താല്പര്യമുണ്ട്. പല കാര്യങ്ങളും അവരെ ഭൗതികമായി സഹായിക്കുന്ന, വസ്തുവില്ലാത്തവർക്ക് വസ്തു മേടിച്ചു കൊടുക്കുക, വീടില്ലാത്തവർക്ക് ചെറിയ വീട് പകർന്നു കൊടുക്കുക. എന്നാൽ പെൻഷനായിട്ടല്ല, കിട്ടുന്ന നന്മകൾക്കനുസരിച്ച് ജനറൽ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് ജനറൽ കൗൺസിൽ തീരുമാനപ്രകാരം അവരെ സഹായിക്കണമെന്ന് ആണ് എൻ്റെ താല്പര്യം. അങ്ങനെ ഒരു പദ്ധതി ഉടനെന്ന് നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. താമസിക്കാതെ ഉണ്ടാകുമെന്ന് വിശ്വാസം. സഭയിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില ദുഷ്പ്രവണതകൾ, അല്ലെങ്കിൽ ചില നേതൃസ്ഥാനങ്ങൾ തുടർന്ന് കുറേ വർഷങ്ങളായി ഒരേ ആളുകൾ തന്നെ കൈയാളുന്ന, അല്ലെങ്കിൽ കുത്തകയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രവണതകൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നു? ഒരു മാറ്റം തീർച്ചയായിട്ടും അങ്ങനെ
ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിന് മാറ്റം വരും. തീർച്ചയായും ഉണ്ടാവും. അതുപോലെ തന്നെ സഭയുടെ തെരഞ്ഞെടുപ്പ് രീതികളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരസ്പരം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണുകയുണ്ടായി. താങ്കളുടെയും എതിർ സ്ഥാനാർത്ഥിയുടെയും ചിത്രം വെച്ചുള്ള ചില നോട്ടീസുകളും താരതമ്യ പഠനങ്ങളും ഒക്കെ. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് കാഴ്ചപ്പാട്? ഇനി അത് ആവർത്തിക്കുമോ? അങ്ങനെയുള്ള ഒരു പ്രസ്താവന, താരതമ്യന്മാരുള്ള പ്രസ്താവനയെ കുറിച്ചുള്ളത് എനിക്ക് അറിയാത്ത പോലുമില്ല ആരാതൊക്കെയാണ്. എൻ്റെ നോളജിൽ അല്ല അത് ഇറക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അത് ഖേദിക്കും അങ്ങനെയുള്ള പ്രസ്താവന. എന്നാൽ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ സത്യാവസ്ഥ പറയേണ്ടി വന്നു. അതൊക്കെ ചെയ്യാനുള്ള ഞാൻ ആരെങ്കിലും ഇത്ര രൂപ കളക്ട് ചെയ്തെന്നോ അത് അവർ ചെയ്തെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ പരസ്പരം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളും അങ്ങനെയുള്ള സഭയ്ക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവണതകളെ തടയിടാൻ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും? തീർച്ചയായിട്ടും പ്രധാനം വെച്ചാൽ അടുത്ത പ്രാവശ്യം വളരെ വ്യത്യാസം എത്തുവാൻ ശ്രമിക്കുന്നതാണ്. സഭയുടെ നിലവിലുള്ള തിരഞ്ഞെടുപ്പ് രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു? ഇപ്പോഴുള്ള സിസ്റ്റം, എസ്പെഷ്യലി കേരള സ്റ്റേറ്റ് ഇലക്ഷൻ വളരെ മാതൃകപരമായില്ലായിരുന്നു. അങ്ങനെയുള്ള 2 പാനൽ ഉണ്ടാവുകയും അങ്ങനെ പാനൽ കൂടെയാണ് ഇലക്ഷൻ നടന്നത്. അത് മാത്രം സഭയിൽ പോയ അനേകം മുറിവെക്കൊണ്ടിരിക്കുകയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സിസ്റ്റം മാറ്റിയിട്ട് ജനറൽ ബോഡി വിളിച്ചു കൂട്ടി ഭരണഘടന മാറ്റി ഒരു നീതിയോട് ഒരു ഭരണം ഒരു ഇലക്ഷൻ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെ നമ്മൾ സഭയുടെ ഭൗതികമായ കാര്യങ്ങളും തുടർന്നുള്ള ഭാവി പരിപാടികളെ സംസാരിച്ചു. ആത്മീയമായി സഭയിൽ ഒരു മുന്നേറ്റത്തിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു പറയാം. വളരെ അതുകൊണ്ടല്ലേ നമ്മൾ 40 ദിവസം ആദ്യം ഉപസിക്കാൻ തീരുമാനിച്ചത്. ഹെബ്രോൻ പുറത്ത് ആദ്യം ശുദ്ധീകരണം ആവശ്യമായിരിക്കും. അതുകൊണ്ട് ആ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഏപ്രിൽ 16 മുതൽ മെയ് 25 തീയതി 40 ദിവസം ഉപസിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഉപവാസ പ്രാർത്ഥന കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള വിവിധ സ്റ്റേറ്റുകളായ ദൈവമക്കൾക്ക്, ലോകത്തിലുള്ള വിവിധ ദൈവമക്കൾക്ക് വന്ന് സംബന്ധിച്ച് അത് നടത്തത്തക്കമാണ് എൻ്റെ വിശ്വാസം. ആ പ്രാർത്ഥനയോടെ നമ്മുടെ സഭാതലത്തിൽ അന്തരീക്ഷം മാറും. അത് ഒരു IPCക്കാർക്ക് വേണ്ടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പെന്തക്കോസ്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇവൻ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവനെ ഒരു ഉണർന്ന കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രസ്താവിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അത് നടപ്പിൽ വരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് മറ്റു സഭകളുടെ പ്രതികരണം ഉണ്ടായിരുന്നു? അവർക്ക് വലിയ ഹാപ്പിയാണ്. ഇവര് ഞാൻ ചട്ടമ്പോൾ സ്റ്റേറ്റ് കൺവെൻഷൻ ചെന്നപ്പോൾ അവിടെ സ്റ്റേറ്റ് ഓഫീസ് ഉൾപ്പെടെ ഉള്ള സീനിയർ പാസ്റ്റേഴ്സുമാരെല്ലാവരും പറഞ്ഞു, ഞങ്ങളും സഭയടക്കം അടക്കം ഞങ്ങൾ വന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടെന്ന് പറഞ്ഞു. ഇവർ ശാരനുള്ളവരും വന്ന് പറഞ്ഞു, ഇനി അടുത്ത ദിവസങ്ങളിൽ മറ്റുള്ളവരും വന്ന് ഇത് സംബന്ധിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണത്. അതുപോലെ തന്നെ സഭയിൽ സമൂലമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മീയമായി ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? ആത്മീയമായിട്ട് ഒന്നാമത് വരേണ്ട ഉണർവാണ്. ആ ഉണർവ് ഉണ്ടായിക്കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഭൗതികം രണ്ടാമതാണ്. ആത്മീയമായ ഉണർവും പ്രാർത്ഥന നടന്നു കഴിയുമ്പോൾ ബാക്കി ഭൗതികമായ കാര്യങ്ങളെല്ലാം അതിൻ്റെ സിസ്റ്റമാറ്റിക്കലി വന്നു തരും. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രാർത്ഥനാ പരിപാടികൾ? ഈ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ 3 മേഖലാടിസ്ഥാനത്തിൽ ഓരോ അക്ഷരത്തും പ്രാർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എല്ലാം സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് പ്രാർത്ഥനയോട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അവസരം തന്നെ വിദേശങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിലും അതുപോലെയുള്ള മുൻകാല പ്രവർത്തനങ്ങളിലൊക്കെ ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ടുണ്ടെന്നറിയാം. ഈ അവസരങ്ങളിൽ ഏറ്റവും അധികം പിന്തുണ നൽകിയതാരാണ്? പിന്തുണ നൽകിയത് എൻ്റെ ഭാര്യയാണ് ഏറ്റവും കൂടുതൽ പിന്തുണ. എല്ലാം കൈവിടപ്പെട്ടവനായി എസ്പെഷ്യലി പഞ്ചാബിലുള്ള സഭകളെല്ലാം ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു പഞ്ചാബ് റീജിയനെ. അപ്പം എൻ്റെ ഡിസ്ട്രിക്റ്റുകളായ ഗുരുദാസ്പൂർ ഡിസ്ട്രിക്ട് ചുമതലയും കൈവിടപ്പെട്ടു. ഒന്നുമില്ലാത്തവനായി ഞാൻ ചില വർഷങ്ങൾ എൻ്റെ പുറത്ത് താമസിച്ചത് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളാണ് എനിക്ക് ഏറ്റവും പിന്തുണ ചെയ്തത്. ഇങ്ങനെയുള്ള ആ സമയത്ത് തിരിഞ്ഞ് വളരെയധികം ദോഷമായി പ്രവർത്തിച്ച ആളുകളോടൊപ്പം പിന്നീട് ഭാവിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉള്ള കാഴ്ചപ്പാട് എന്താണ്? അവരോടുള്ള സ്നേഹത്തോടെയുള്ളൂ. അവരെ ആരൊക്കെ എന്നെ ദുഃഖിപ്പിച്ചോ അവരോടുള്ള സ്നേഹത്തോടെയുള്ളൂ. അങ്ങനെയുള്ളവരെ ഞാൻ പോയി കണ്ട് അവരുമായി കൈകൊടുക്കുകയും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയായിരുന്നു.
IPCയുടെ മുൻകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ പല കാര്യങ്ങളിലും ചില കുടുംബങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു? ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി കാത്തിരുന്ന് ഞാൻ കുടുംബവാഴ്ചക്കെതിരല്ല. എന്നാൽ ദൈവം നീതിമാനോട് നീതി കാണിക്കും, വക്രനോട് വക്രം കാണിക്കുന്ന ഒരു ദൈവമാണ്. അപ്പം യഥാർത്ഥമായി ദൈവഹിതത്തിന് വേണ്ടി കാത്തിരുന്ന് അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നതായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ സഭയുടെ ജനറൽ പ്രസിഡന്റായി. ഇനിയുള്ള ഭാവി പരിപാടികൾ കേരളത്തിൽ തന്നെ കൂടുതൽ കേന്ദ്രീകരിക്കുമോ അതോ ഹിമാചൽ പ്രദേശിലേക്ക് തന്നെ പോകുമോ? എങ്ങനെയായിരിക്കും ഭാവി പരിപാടികൾ? കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും തുല്യ പ്രധാനം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതായി. സഭയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ആവശ്യത്തെ അനുഭവിക്കുന്നതായുള്ള ഒരു സമൂഹമുണ്ട്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്? ഞങ്ങൾ കൗൺസിൽ തീരുമാനപ്രകാരം അങ്ങനെ ആവശ്യമായി സഹായിക്കാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ പാഠ്യപദ്ധതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകമായി കുട്ടികളെ പഠിക്കുന്ന പൂർത്തിയില്ലാത്തവരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള താല്പര്യമുണ്ട്. ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗവും വടക്കേ ഇന്ത്യയിലാണ്. എത്ര കാലമായി വടക്കേ ഇന്ത്യയിൽ? ഇപ്പോൾ 40 വർഷം. ശുശ്രൂഷക്കാരനുണ്ട് ഇപ്പോൾ 42 വർഷം. ആദ്യമായി എവിടേക്കാണ് പോകുന്നത്? ആദ്യമായിട്ട് എൻ്റെ ഒരാളോട് പോയ ശേഷം പിന്നെ പോകുന്നത് പത്താംകോട്ട കേന്ദ്രമായ പഞ്ചാബിലാണ്. അവിടെ സഭയുടെ വളർച്ച എങ്ങനെയായിരുന്നു? സഭയുടെ ആദ്യകാലങ്ങളിൽ ഞാൻ ലോക്കൽ സഭയുടെ ശുശ്രൂഷകരായി പത്താംകോട്ട. അത് കഴിഞ്ഞിട്ട് 1991 40 വർഷം ദിവസത്താനാക്കിയത്. ആ വാസത്തിന് എനിക്ക് അവസരം ലോകം വിട്ടു മാറി. ആ സന്ദർഭത്തിൽ രാജ്യപ്പോക്കാലം മുതലായവരൊക്കെ ഞങ്ങളുടെ ജോലിയൊക്കെ രാജിവെച്ച് 4 വരെ കൊണ്ടിറങ്ങാൻ, അനേക ചെറുപ്പക്കാർ വരെ കൊണ്ടിറങ്ങാൻ റെഡിയായി. ഞാൻ സഭാചാരത്തിൽ വിട്ട് എൻ്റെ ഭാര്യയുടെ ഗവൺമെൻറ് ജോലി വിട്ട് പുറത്തേക്ക് വരുവാൻ റെഡിയായി. ഞാൻ സഭാചാരത്തിൽ വിട്ടപ്പോൾ അവിടുത്തെ സഭയ്ക്ക് വലിയൊരു ദുഃഖമുണ്ടായി. അങ്ങനെ ഞാനൊരു പൊതു ശുശ്രൂഷക്കാരൻ വളരുകയായി. അതോടുകൂടി 100 കണക്കിന് പ്രസ്ഥാപിതമായി. ആ സമയത്താണ് പാസ്റ്റർ വസന്ത ബ്രഹാമിനെ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് ഞങ്ങൾ പത്താംകോട്ട കൊണ്ട് സ്വീകരിക്കുന്നു. ഞാൻ വൈസ് പ്രസിഡന്റായി പാസ്റ്റർ കെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷാകാലത്ത് ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരാണ്? ക്യാപ്റ്റൻ ശ്യാമോൻ. അദ്ദേഹം മുഖാന്തരമാണ് ഞങ്ങൾ അവിടെ പ്രവർത്തനത്തിന് മുന്നേറുവാൻ കഴിയും. ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ക്യാപ്റ്റൻ സാമുവലാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അദ്ദേഹം ആർമിയിൽ ഒരു വലിയ ക്യാപ്റ്റനായിരിക്കുമ്പോൾ തൻ്റെ ജോലിയൊക്കെ രാജിവെച്ച് താൻ വളരെ കഷ്ടപ്പെട്ട് പെട്ടിയൊക്കെ തലവെച്ച് ഞങ്ങളോടൊത്ത് അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളെ മരച്ചോട്ടിൽ കിടന്ന് അദ്ദേഹത്തോടൊത്ത് കിടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ലൗഡ് സ്പീക്കർ മരത്തേക്ക് കിട്ടുന്നത്. ഞങ്ങൾ അദ്ദേഹത്തോട് സഹകരിച്ചു. അദ്ദേഹത്തിൻ്റെ ത്യാഗപരമായ ജീവിതം ഞങ്ങളെ വളരെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇന്ന് പഞ്ചാബിൽ കാണുന്ന മലയാളികളായ കത്തദാസന്മാർ, ഹിന്ദിക്കാരായിട്ട് കാണുന്ന പഞ്ചാബികളായി കാണുന്ന കത്തദാസന്മാർ കൂടുതൽ ക്യാപ്റ്റൻ ശ്യാമോൻ ഉണ്ടായാണ്. ശുശ്രൂഷയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാം. ശുശ്രൂഷയിൽ അവിടെ വെച്ചുണ്ടായ എന്നെ പലവിധമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ആഹാരത്തിന് വിഷമിച്ച് 3 ദിവസം ആഹാരമില്ലാതെ ഒരു എലി ഒന്നൊരു പേപ്പർ ഇട്ടു. എൻ്റെ കൂട്ടുസഹോദരനായ ജോൺരാജൻ അത് കിട്ടി. അത് 100 രൂപയായിരുന്നു. അതെടുത്ത് അതിനൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ രൂപ എല്ലാം പോയത്. ചില പറഞ്ഞു 2 രൂപ, 5 രൂപ, 10 രൂപ പോയി. 100 രൂപയ്ക്ക് കാര്യം വന്നില്ല. അത് ഞങ്ങൾ കൊടുത്ത് ആഹാര സാധനം മേടിക്കാൻ പല ദിവസങ്ങൾ അത് ആഹാരം കഴിപ്പാനും അതിൻ്റെ ബാക്കി പണം കൊണ്ട് ഒരു രജായി മേടിക്കാനും തണുപ്പ് ഞങ്ങൾ ഉപയോഗിക്കാൻ റെഡിയായി. അതാണ് ശുശ്രൂഷ ഉണ്ടായ ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ എലിയെ കൊണ്ട് പോഷിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയുകയായി. അത് വലിയൊരു സാക്ഷിയാണ് പഞ്ചാബിലുള്ളത്. ഇപ്പോഴും അത്ഭുത വിഷയമാണ്. അതുപോലെ തന്നെ ശുശ്രൂഷയിൽ വളരെയധികം കഷ്ടത അനുഭവിച്ചിട്ടുണ്ടാവല്ലോ. അനേക പ്രാവശ്യം കഷ്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിപ്പോൾ എന്നെ ഒരു കൊടുവാൾ കൊണ്ട് പള്ളിക്ക് വെട്ടി. എന്നാൽ എൻ്റെ അദ്ദേഹത്തെ കൊടുവാളിൻ്റെ പള്ളിക്ക് വീഴാതെ എന്നെ രക്ഷപ്പെടുത്തി തെളിച്ച് ദൂരെ പോയി വീണു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. 6 വർഷം അദ്ദേഹം രക്ഷിക്കപ്പെട്ട് എൻ്റെ കയ്യിൽ സ്നാനപ്രമാണിക്കുക. അപ്പോഴും അദ്ദേഹത്തെ മക്കൾ മുഴുക്കപ്പെട്ട് വിശ്വാസികൾ. പിന്നെ രണ്ടാമതുണ്ടായത് ഒരു മനുഷ്യൻ ഒരു വലിയ ജഗ് എടുത്ത് എന്നെ തലക്കടിച്ചു. എന്നാൽ
ദൂരെ തെറിച്ച് വീണ് പൊടിയാൻ വേണ്ടി എന്നെ അതിൽ നിന്ന് പിടിച്ചു. മൂന്നാമത്തെ ദിവസം നമുക്ക് സിദ്ധാനായ ഒരു വലിയ രാജ മനുഷ്യൻ എന്നെ കൊല്ലുവാൻ ഓടിച്ചു. ഞങ്ങളുടെ ചർച്ചിൻ്റെ അടുത്തുള്ള വലിയ ഭിത്തി ചാടി ഞാൻ അദ്ദേഹത്തിനകത്ത് എന്നെ ഉപയോഗിച്ചു. അതുകൂടാതെ 300 ചെറുപ്പക്കാർ എന്നെ വളഞ്ഞു കൊല്ലാനായിട്ട് ഒരു വടിയോടും വിച്ചാത്തിന് വളഞ്ഞു. ഒന്നും എന്ത് ചെയ്യുന്നറിയത്തില്ല. ആ സന്ദർഭം ഞാൻ വൈകിട്ടാണ് ആത്മാവിലായി ആ മനുഷ്യരുടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു പ്രാന്തിനെ പോലായി. അദ്ദേഹത്തിന് വസ്ത്രം വലിച്ചത് തലപ്പാവലും വലിച്ചറിഞ്ഞു. അപ്പോൾ കൂടെ വന്നവർ എന്നെ പേടിച്ചു. പ്രാന്തിനായി പോകും. അവർ ഇതിന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് നോർമലായി. അതുകൊണ്ട് അടിക്കാൻ വന്നവരെല്ലാം സ്ഥലം വിട്ടു. രാംജി ശർമ്മ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ അതുകൊണ്ട് സ്നാപ്പിനുള്ള റെഡിയായി. അങ്ങനെ അതുകൂടാതെ 7 ചെറുപ്പക്കാരുടെ പല സന്ദർഭങ്ങളിൽ കൊല്ലുവാനും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ കടലിനെ ഗ്രഹിച്ചു. തീവ്രവാദികളുടെ സമയത്ത് അവിടെ എനിക്ക് ലെറ്റർ തന്നു. പഞ്ചാബ് വിട്ടു പോകണം, ഇല്ലെങ്കിൽ നിന്നെ കുഞ്ഞുങ്ങളെ കിഡ്നാപ്പ് ചെയ്യും, നിന്നെ വിളിച്ചു കൊല്ലും. ആ വലിയ ഭീഷണികളെ പദ്ധതി ഞാൻ ഓടിപ്പോയില്ല, അവിടെ പിടിച്ചു നിൽക്കാൻ. ഇങ്ങനെ വളരെയധികം കഷ്ടം സഹിച്ച് വടക്കേ ഇന്ത്യയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും സുവിശേഷ വേല ചെയ്യുന്നവർക്ക് പലപ്പോഴും കേരളത്തിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്നുള്ളത് വാസ്തവമാണ്. ഇനി താങ്കളുടെ ഭരണകാലത്ത് കഴിവുള്ള സുവിശേഷകർക്ക് അതുപോലെ ഉള്ള അനുഭവം ഉണ്ടാകുമോ, അതോ അവർക്ക് അർഹമായ പരിഗണന കൊടുക്കുമോ? തീർച്ചയായിട്ടും ഇങ്ങനെ കഷ്ടമനുഭവിച്ച അനേക ദിവാസന്മാർ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ അവരെ എല്ലാം പരിഗണിക്കുകയും അവർക്ക് വളരെ പ്രോത്സാഹനം കൊടുക്കുന്നതായിരിക്കും. അവരെ കൺവെൻഷൻ സ്മരിക്കുന്നതായിരിക്കും. അവർക്ക് പ്രത്യേകമായി എന്തെങ്കിലുമുള്ള പാക്കേജ് പ്രഖ്യാപിക്കണം? അവർക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും അവർക്ക് പ്രോത്സാഹിപ്പിച്ച് ജനകൗൺസിൽ തീരുമാനത്തോട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട സമയം കൊടുക്കുന്നതായിരിക്കും. പഞ്ചാബിലെ സുവിശേഷ വേലയെ പറ്റി നമ്മൾ സംസാരിച്ചു. അവിടെ എത്ര സഭകളുണ്ടായിരുന്നു? എല്ലാ ശിശുവിനകത്ത് 100 കണക്കിന് സഭകൾ ഉളവാകേണ്ടി. പഞ്ചാബിൽ ഏകദേശം 70 പല ഹോളുകൾ പണിമാറേണ്ടി. 10 ഹോളുടെ ഹോള് തന്നെ പങ്കെടുക്കുകയാണ്. ഒരു ഹോളിൽ 3 നിലകളാണ് കാണുന്നത്. അങ്ങനെ 100 കണക്കിന് സഭകളായപ്പോഴാണ് മത്സര ബ്രാഹ്മണെ ഇവിടുത്തെ റീജിയൻ പ്രസിഡന്റാക്കുന്നത്. 10ാം ഹോൾ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ച് അദ്ദേഹം പ്രസിഡന്റായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുവാനായി. പിന്നീട് ഹിമാചലിലേക്ക് പോയല്ലോ. ഹിമാചലിലെ സഭയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഹിമാചലിലേക്ക് ദൈവം അവസരം തന്നപ്പോൾ അർസനബാം ഓൾറെഡി പഞ്ചാബിൻ്റെ ചുമതല ഏറ്റെടുത്തു. പിന്നെ എനിക്ക് അടുത്ത സ്റ്റേറ്റിൽ നിന്ന് ഹിമാചലാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന ഫലമായി 80-ൽ പരം കഥാസന്മാർ ഹിമാചലിൽ തന്നെയാണുള്ളത്. അതുകൂടാതെ പഞ്ചാബിലും ജമ്മു കാശ്മീരിലും എല്ലാം കൂടി 200 സഭകളുണ്ട്. ഹിമാചലിൽ ഇപ്പം നമുക്ക് ഈ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് ഏകദേശം 8000 പരം വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനും കഴിയുകയാണ്. പിന്നെ അവിടെ പലരുടെ സ്ഥലങ്ങളായി ചിലയിടത്ത് ഹോൾ പണികൾ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സുവിശേഷമില്ലാത്ത ഹിമാലയ പർവ്വതങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ ഞങ്ങളൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ വിട്ടിട്ട് പോയ പഞ്ചാബിലെ സുവിശേഷ വേലയിൽ താങ്കളുടെ പിൻഗാമികളായി വന്ന ആളുകൾ സുവിശേഷ വേലയിൽ എത്രമാത്രം അവിടെ ശോഭിക്കുണ്ടായി? അവരെ ഞാൻ ഹാൻഡിൽ ചെയ്ത് അവരെ കഴിവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ഞാനും പഞ്ചാബിലെ പൂർണ്ണമായി ബാക്കിയുള്ള പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അവിടെ എന്ത് ചെയ്യും? എൻ്റെ കൂടെ 100 കണക്കിന് കഥാസന്മാരെ പരിപാലനം നേടിയ പഞ്ചാബിൽ. സാധാരണയായി സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്ന പല വ്യക്തികളും താഴെ തട്ടിൽ നിന്ന്, അതായത് പുത്രികാ സംഘടനകളോടെയും യുവജന സംഘടനകളോടും അങ്ങനെയുള്ള ഇലക്ഷനിലൊക്കെ മത്സരിച്ച് കയറി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ഇതുവരെയും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത താങ്കൾ, പ്രാർത്ഥനാ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള താങ്കൾ, പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 180-ൽ പരം ദിവസങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുവാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 31-ാം വാക്യം. ദാരിയാവേശ് 62 വയസ്സുള്ളവനായി. എനിക്ക് 62 വയസ്സ് ഇപ്പോൾ നടക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇപ്പോൾ നിനക്ക് ഒരു അധികാരം ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓൾറെഡി ഞാൻ ഹിമാചലിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇനിയും എന്താണ് അധികാരം? പഞ്ചാബ് സ്റ്റേറ്റാണോ അതോ ഐക്യസിലെ മുൻനിരയിലാണോ? അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ മുൻനിരയിലേക്ക് പോയപ്പോൾ എന്നോട് ഇടപെടുവാനായിട്ടിടയായി. അതുകൂടാതെ പല ദേവദാസന്മാർക്ക് വെളിപ്പാടുണ്ടായി. ഞാൻ ഐക്യസിലെ 2-ാമനല്ല 1-ാമനായിട്ട് തീരുമാനം. ചിലർക്ക് പ്രവചനങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അവരെ പ്രവചനാത്മാവിൽ പറഞ്ഞ് അനേക അധികാരത്തിന് താക്കോലിനെ ഏൽപ്പിക്കുന്നു. കൂടാതെ അനേക ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നതായ കാഴ്ച കാണുവാനുണ്ട്. എന്നെ കാണാത്ത പോലും എന്നെക്കൊണ്ട് ഫോണിൽ സംസാരിപ്പാനുകയായി. പലർക്ക് സ്വപ്നം ഉണ്ടാകുകയായി. ആ സ്വപ്നത്തിൽ ഞാൻ
ജയിച്ച് മുന്നേ വന്നതിന് വലിയ കാഴ്ചയാണ്. ഇതെല്ലാം ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഒരു ചെറിയൊരു സ്ഥാനമല്ല, വരികയാണെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനമാകുന്ന ജനറൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കണമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഇത്രയും നേരം സഭയെ പറ്റിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളെ പറ്റി സംസാരിച്ചു. താങ്കളുടെ കുടുംബത്തെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ മേപ്ര സ്വദേശിയാണ്, പെരക്കൽ സ്വദേശിയാണ്. അവിടെ ചെറുപ്രായത്തിൽ അവിടെ +2 പാസ്സായ ശേഷം അവിടെ ഗവൺമെൻറ് ജോലി പ്രവേശിക്കാനിടയായി. അങ്ങനെ ഗവൺമെൻറ് ജോലി ഇരിക്കുന്ന വഴിയിലാണ് അവർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്താവിൻ്റെ ഭാഗത്താകാനിടയായി. അങ്ങനെ ഇരിക്കുന്ന വഴി ക്യാപ്റ്റൻ ശാമൂറാണ് എൻ്റെ വിവാഹം ആലോചിക്കാനിടയായി. അങ്ങനെ എൻ്റെ വിവാഹം 1982 ഏപ്രിൽ 20 ഇവിടെ വെച്ച് ആയിരത്താങ്കത്തിൽ തന്നെ വിവാഹം നടത്താനിടയായി. അതിനുശേഷം ദൈവം എനിക്ക് 2 മക്കളെ തന്നു. മോൾ ഷൈനി, അവിടെ ഇപ്പോൾ കുടുംബമായിട്ട് ഭൂട്ടാൻ ബോർഡറിൽ വെസ്റ്റ് ബംഗാൾ പ്രധാന നിലയിൽ ആയിരിക്കും, ഫുൾ ടൈം ബൈലിലായിരിക്കുന്നു. അവർക്ക് ദൈവം 2 മക്കളെ കൊടുത്തിരിക്കുന്നു. മൂത്ത മോൻ യോശുവ, രണ്ടാമത്തെ മോള് ജോൻ. രണ്ടാമത് എനിക്ക് ദൈവം തന്ന മോനാണ്. അവൻ്റെ പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന സ്വാധീനാണ്, സ്കൂളിൽ വിളിക്കുന്ന സാമ്പത്തികമാണ്. അവൻ MBA വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം HDFC ബാങ്കിൻ്റെ റീജിയണൽ മാനേജറായി ഡൽഹിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം വിവാഹത്തിനായി ഇപ്പോൾ അവൻ കുടുംബമായിട്ട് അമേരിക്കയിലായിരിക്കും. അവൻ്റെ ഭാര്യയുടെ പേര് പ്രേമായതാണ്. എൻ്റെ മരുമോൻ്റെ പേര് ഭൂമി മാത്യു എന്ന കുടുംബമായി കൂട്ടാൻ. കുടുംബത്തെ പറ്റി പറഞ്ഞു. പലപ്പോഴും പലർക്കും ഉത്തരം തരാൻ കഴിയാത്ത ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. സുവിശേഷ വേലയിൽ 42 വർഷം പിന്നിട്ട താങ്കൾക്ക് സമ്പാദ്യമായി എന്താണുള്ളത്? സമ്പാദ്യമായിട്ട് എനിക്കുണ്ടായിരുന്നതായ സ്വന്തം ജന്മഭൂമിയായ സ്ഥലം ഞാൻ സഭയ്ക്ക് എഴുതി കൊടുത്തു. അത് അന്നത്തെ കാലത്ത് വില എന്തെങ്കിലും ഉള്ള 5 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതനായ ഡോക്ടർ ജോൺ വർഗീസ് അത് ഈ സ്ഥലം 4 ലക്ഷം രൂപയായിരുന്നു. എൻ്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും കൂടെ ചേർന്ന് ഈ ഒരു ചെറിയ ഭവനം വിളിച്ചാൽ ഞാൻ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മാട്ട് വെച്ച എൻ്റെ ഒരു സ്നേഹിതനായ പൊന്നച്ചൻ അദ്ദേഹം എൻ്റെ വാൻ എനിക്ക് സൂക്ഷിച്ചത് ഇതാണ് ഇതുകൊണ്ട് ചെയ്ത നന്മകൾ. ഇവൻ പഠിക്കാൻ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാം മോനെ ത്യാഗം ചെയ്തതിന് ഫലമായി അവനെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ. അവസാനമായി പലരും ഉത്തരം തരാൻ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 42 വർഷം സുവിശേഷ വേലയിൽ ഉണ്ടായിരുന്ന താങ്കൾക്ക് സ്വന്തമായുള്ള സമ്പാദ്യം എന്താണ്? സ്വന്തമായിട്ട് എനിക്ക് പഞ്ചാബിൽ ഞാൻ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം 42 വർഷം എനിക്ക് അവിടെ താമസിച്ചുകൊണ്ടാണ് 100 കണക്കിന് ഹോളുകൾ പഞ്ചാബിൽ ഹിമാചലിൽ. എന്നാൽ നാട്ടിൽ എനിക്ക് ഒരു സ്വന്തമായ ജന്മഭൂമി ഉണ്ടായിരുന്നു. ആ ജന്മഭൂമി ഞാൻ ഇന്നേക്ക് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അത് സമർപ്പിച്ച് ഉമ്മായിട്ട് കൊടുക്കാൻ കഴിയുക. ആ സ്ഥലം എൻ്റെ സ്നേഹിതനായ ഡോക്ടർ ജോൺ വർഗീസ് അത് തിരിച്ചു വാങ്ങിച്ച് എൻ്റെ ഭാര്യയ്ക്ക് പിള്ളേർ കിട്ടത്തക്കോണം സ്ഥലം തിരിച്ചു വാങ്ങിപ്പാടുകയായി. എൻ്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും ചേർന്ന് ഒരു ചെറിയ ഭവനം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഒരു നാട്ടിൽ വരുമ്പോൾ ആ ഭവനത്തിലാണ് താമസിക്കാറുള്ളത്. എൻ്റെ സ്നേഹിതനായ പൊന്നച്ചൻ ഇപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. അദ്ദേഹം തൻ്റെ വാൻ എനിക്ക് തരുവാനിടയായി. എന്നോട് കർത്താവ് പറഞ്ഞ മകനെ യുവജീവാന്തി മടിക്കാനോട് ഞാൻ എന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. കർത്താവിനോട് ഞാൻ ത്യാഗം ചെയ്തെങ്കിൽ കർത്താവ് എനിക്ക് അതിന് 100 കൊണ്ട് എനിക്ക് അനുഗ്രഹം തരുവാൻ സഹായിച്ചു. തൂലിക ടിവിയുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തൂലിക ടിവിയിലൂടെ നടക്കുന്നതായ കൺവെൻഷനുകൾ, വിവിധമായ പ്രോഗ്രാമുകൾ അനേകർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വാച്ച് ചെയ്യുന്ന അനേകർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹമായി തന്നതുപോലെ പിന്നെയും ഇത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇതിന് പിന്നണി പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. IPCയുടെ ജനറൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ ജേക്കബ് ജോണാണ് തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പരിപാടിയിൽ ഇതുവരെ നമ്മൾ